എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിംഗപ്പൂർ എയർലൈൻസിൽ വർക്ക് ചെയ്തതിൻ്റെ രീതിയിലുള്ള ഐഡൻറ്റിറ്റി കാർഡാണിത്. വർക്കിംഗ് കഴിഞ്ഞ് 2016-17 ഞാൻ വർക്ക് ചെയ്തത്. വർക്കിംഗ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു റെസ്റ്റ് സിറ്റുവേഷനിലൊക്കെ ഹോം ലീവിലൊക്കെ ആയിരുന്നപ്പോൾ അതൊക്കെ ഒരു ഇൻട്രാക്ഷൻ രീതിയിൽ റിലേറ്റഡായിട്ട് ആക്റ്റീവായി ഒരു പേഴ്സൺ ജോലിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് സർട്ടിഫിക്കറ്റ് ടാക്സ് ഒക്കെ കണ്ടു ബോധിച്ചതിന് ശേഷം ഒരു വ്യക്തി ജോലിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി ജോലി തന്നു. ആ ജോലി തന്നപ്പോൾ ക്രെഡിബിലിറ്റി യൂസ് ചെയ്തത് ഇങ്ങനെ എയർ ഹോസ്റ്റസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തതും, പിന്നെ ഞാൻ പഠിച്ച 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാണിച്ച് ഏവിയേഷൻ സർട്ടിഫിക്കറ്റ്സൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാണ് സിംഗപ്പൂർ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ മിസ്സായി. മറ്റുള്ളവരുടെ ഫയലിലൊക്കെ കയറിയത് ഞാൻ തിരിച്ചു ചോദിക്കാൻ പോയില്ല. കാര്യം ഓൾറെഡി തന്നെ ആളുകളുടെയൊക്കെ ഇൻട്രാക്ഷൻ അറ്റാക്സ് ഒക്കെ ലുക്സ് ടു ബി എനിക്ക് പറയുന്നതിനേക്കാളും കൂടുതലാണ് ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ ഒരു സർപ്രൈസ് തിങ്സാണ്. നോക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലാണ് നമ്മൾ പറന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവരുടെ ഫയൽസിൽ കയറിയ സാധനങ്ങളൊന്നും തിരിച്ചു വയ്ക്കാൻ ഞാൻ പോയില്ല. അങ്ങനെ ഞാൻ സിംഗപ്പൂർ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നതെന്ന് ബോധ്യമായിട്ടാണ് എനിക്ക് ഈ ഐഡൻറ്റിറ്റി കാർഡ് കിട്ടിയത്. വർക്ക് ചെയ്തതിൻ്റെ രീതിയിൽ അവർ ഇന്നോവേഷന് പേരിട്ടത് ഫാഷൻ ഫീറ്റ് എന്നാണ്. അത് ഫാൻസിയും മറ്റ് ഫുട്വെയർസൊക്കെ ഉള്ള ഒരു ഇന്നോവേഷനായിരുന്നു. അതെന്താ ഫാഷൻ ഫീറ്റ് എന്ന് പേരിട്ട്, ഫീറ്റ് എന്ന് വെച്ചാൽ കാലെന്നാണ് അർത്ഥം. സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വുമൻസ് ഇൻ ദ വജൈന കുറി മോളെന്നൊക്കെ പറയത്തില്ലേ, അത് രീതിയിലാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ട്രാൻസ്ലേഷൻ. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലായപ്പോൾ സിംഗപ്പൂരല്ല ഫാഷൻ ഫീറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ അതൊക്കെ ഓർത്തെടുത്ത് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പറയാൻ തന്നെ ഇച്ചിരി പാടാണ്. എന്നാലും ഞാൻ കുറേ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും സ്റ്റാൻഡേർഡായിട്ടുള്ള നല്ലപോലെ ഹെൽത്തി ആയിട്ടുള്ള ജീവിതം സർപ്രൈസ് ടു ബി എല്ലാം നോക്കിക്കണ്ട് അതെന്താന്ന് പോലും അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇത്. വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഞാൻ സ്റ്റാൻഡേർഡാണ് കേട്ടോ. എൻ്റെ വർക്കിൽ ടോട്ടലി റെപ്യൂട്ടഡ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും. ആ സിറ്റുവേഷൻ എൻജോയ് ചെയ്ത് അവിടുന്ന് മാറും. ആ സിറ്റുവേഷനിൽ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ ഫുഡിങ് മറ്റ് കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ നല്ലപോലെ ക്രാവിങ്സിന് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ വെള്ളം കുടിക്കും, കിട്ടുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കും, ജ്യൂസ് കുടിക്കും, അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വർക്കിന് കയറണമെന്നാണ്. എയർ ഹോസ്റ്റസായിട്ട് വീണ്ടും എയർ ഇന്ത്യയുടെ ഇൻഡിഗോയുടെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതിന് ഇനി സർട്ടിഫിക്കറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഈ ഒരു കാർഡും എൻ്റെ 10th വേണമെങ്കിൽ ബോധിപ്പിക്കും. കാര്യം എന്താണ് ഞാൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫാറ്റുണ്ട്, ചബ്ബിയാണ് ഞാനിപ്പോൾ. അത് ഒരു രീതിയിലും ഒരു ജിമ്മിൽ പോകുന്നൊരു ഫീൽ ഗുഡാണ് എനിക്ക് വർക്കിന് കിട്ടുന്ന ഫീൽ ഗുഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, എൻ്റെ ആ സിറ്റുവേഷനിൽ ഇൻവോൾവ് ആകുമ്പോഴുള്ള ഒരു ഫീൽ ഗുഡിൽ നല്ല വെള്ളം കുടിക്കുന്ന പോലെയൊക്കെ ഉള്ള ഒരു ഫീൽ ഗുഡ് കിട്ടും. അത്രേ ഉള്ളൂ. അങ്ങനെ അത് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ഇപ്പം വർക്കിന് കയറിയ സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഓരോ എയർലൈൻസിനും ഓരോ യൂണിഫോമാണ്, ഡിഫറെൻറ്റ് കൈൻഡ് യൂണിഫോമാണ്. അതിൽ സാരിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഷേപ്പ് ചെയ്ത് കുറേ കാലം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫിറ്റ് ഫ്രീ ആണ് ഷേപ്പ് എന്ന് ഉദ്ദേശിച്ചത്. ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണമെന്നുള്ളതാണ്. അപ്പം എൻ്റെ ഫിറ്റ് ഫ്രീ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ സാരിയൊക്കെ ഉടുക്കുമ്പോൾ എയർലൈൻസിൽ അങ്ങനെയുള്ള എയർലൈൻസിൽ പല എനിക്കൊന്ന് എയർ ഇന്ത്യയിൽ സാരി ഉണ്ടെന്ന് അറിയില്ല. അപ്പം ഇൻഡിഗോയിൽ അതിൻ്റേതായ ഒരു ബ്ലൂ യൂണിഫോമാണ് കാണുന്നത്. പിന്നെ എമിറേറ്റ്സിൻ്റെ അതിനകത്ത് റെഡും ഒരു വൈറ്റ് പോലത്തെ ഒരു സ്കേർട്ടും ഷർട്ടും അങ്ങനത്തെയൊക്കെയുള്ള. അതിനേക്കാളും എനിക്ക് സാരിയൊക്കെ ഉള്ള എയർലൈൻസിലൊക്കെ
ഗെറ്റബിൾ എന്താ ഗുഡ് ടു ബി സർവീസബിൾ എയർലൈൻസിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമാണ്. ഓൾറെഡി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുക. യൂണിഫോമുമായിട്ട് അത് ക്രൈറ്റീരിയ ആയിട്ട് ഫ്ലൈ ഓവർ ചെയ്യാനുള്ള സിറ്റുവേഷനിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വരും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതിന് ഇൻകവും വേണം കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ QR ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സ്കാൻ പേയ്മെൻറ്റ് ചെയ്താൽ എനിക്കൊരു ഇൻകം വരുമാനം ഒക്കെ ഉണ്ടാവും. അപ്പോൾ വേറെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതാവട്ടെ. ഓക്കെ, എനിക്ക് അറിയത്തില്ല, അറിയാവുന്നത് പോലെ. അപ്പോൾ ബൈ.